വെസ്റ്റ് ബംഗാളിൽ നേരെ ഞങ്ങള് ആസാമിൽ എത്തിട്ടോ. രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റു. തൊട്ടടുത്തൊരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഞങ്ങള് ടോൾ പ്ലാസയിലായിരുന്നു കേട്ടോ ഇന്ന് കിടന്നുറങ്ങിയത്. അപ്പൊ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് പോയിട്ട് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്താ പറയാ, ഇപ്പൊ എല്ലാ ദിവസവും കുളിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ദിവസവും ഇപ്പൊ കുളിക്കാൻ കഴിയുന്നുണ്ട്. എന്താ പറയാ, നല്ല തണുപ്പുണ്ടോ. ഇന്നലെ മെനഞ്ഞാന്ന് മുതൽ മഴ തുടങ്ങിയിട്ടില്ലേ? ഇന്നലെ രാത്രി കിട്ടില്ല മഴ. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, വണ്ടിയിലൊക്കെ ഇങ്ങനെ ഒരു വിവരം അറിയാറില്ല. പിന്നെ ഏതായാലും ഇന്നലത്തെ ഉറക്കായാലും എല്ലാം ഇതുവരെ ഉറക്കിന് ഞങ്ങൾക്കൊരു ക്ഷീണം പിടിയില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെ യാത്രയില് പിന്നെ ആ ഒരു ഉറക്ക ക്ഷീണം കൊടുക്കാത്തതുകൊണ്ടാണ് ഏറ്റവും നല്ലൊരു കാര്യം മുന്നോട്ട് പോകുന്നത്. ക്ഷീണമില്ലാതെ എന്തായാലും ബുദ്ധിമുട്ടോ കാര്യമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആസാമിൽ നിന്ന് ഞങ്ങൾ നേരെ അരുണാചൽ പ്രദേശിൽ വരും. ആസാം വല്ലാതെ തന്നെ ഇരുന്ന് വിസിറ്റ് ചെയ്യാം. തിരിച്ചിറങ്ങുന്നവരാണ് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചത്, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഉൾഗ്രാമങ്ങളിൽ കൂടി അരുണാചലിലേക്ക് കയറണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുള്ള ബൈപ്പാസ് ഹൈവേയിലാണ്. ചെറിയൊരു തലക്കൽ കയറിയിട്ട് അങ്ങനെ മുകളിൽ കൂടി പോയി കറങ്ങി മറ്റൊരു തലക്കൽ ഇറങ്ങിയിട്ട് താഴോട്ട് പോയില്ല. അതാണ് പ്ലാന്. നമ്മുടെ വീഡിയോയിൽ ഇതേവരെ പറയാത്തൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു ലൈക്കോ കമന്റോ ചെയ്താൽ നമ്മളൊരു വീഡിയോക്ക് ഒരു സപ്പോർട്ടാണ് കേട്ടോ. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ലൈക്കോ ഷെയറോ ഷെയർ ചെയ്യണമെന്നില്ല, എന്നാലും ലൈക്കോ കമന്റോ ചെയ്താൽ നമുക്ക് കാണാൻ ഒരു സമാധാനമാണ്. ആസാമിന്റെ ഉൾഗ്രാമങ്ങളിൽ കൂടിയാണ് കേട്ടോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളിപ്പം ഇവിടെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ അരുണാചലിലേക്കാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഫുള്ളായിട്ട് കവുങ്ങാണ് അല്ലേ? കവുങ്ങും പ്ലാവ് നമ്മൾ അധികം കണ്ടിട്ടില്ല. പല ഏരിയകളിലും പ്ലാവ് കണ്ടിട്ടില്ല. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഇതേ ഒരു ഷേപ്പാണ് കേട്ടോ. കവുങ്ങളാണ് ഇവിടെ മെയിൻ. കവുങ്ങും പ്ലാവും ആണ് ഇവിടെ ഏറ്റവും മെയിനായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഇതേവരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും സ്റ്റേറ്റ് കയറിയിട്ട് കവുങ്ങ് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കണ്ട കവുങ്ങ് കണ്ടോ, ഫുള്ള് കവുങ്ങാണ് കേട്ടോ. റോഡ് നോക്കണ്ട, ചെറിയ ഉൾഗ്രാമങ്ങൾ ഉള്ളിലെ റോഡ് കണ്ട നമ്മളതെങ്ങനെ കയറി വേറെ ഏതെങ്കിലും റോഡിന് ഇറങ്ങും. അതാണ് പരിപാടി. എന്നാലും എങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കിട്ടുള്ളൂ. ഇതല്ലേ മഴയുണ്ട്, ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. പിന്നെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു മഴ. കണ്ട ചക്ക ചക്ക കേരളം വിട്ടതിന് ശേഷം ചക്ക എങ്ങനെ കാണുന്നത് ഇപ്പോഴാണല്ലോ. വിൽക്കാൻ വെച്ച് കാണുന്നുണ്ട്. അത് പിന്നെ ലുലു മാളിലോ അതുപോലെ തന്നെ റിലയൻസിലൊക്കെ ചക്ക വിൽക്കാൻ വെച്ച് കാണുന്നുണ്ട് കേട്ടോ. റോഡ് സൈഡില്ല. അത് പിന്നെ നമ്മള് കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാടായാലും ഒക്കെ കാണുന്നൊരു കാഴ്ച. നമുക്ക് ചക്ക ചുളാക്കി വിൽക്കുക. 10 രൂപ ഒരു ചുളക്ക്, അല്ലെ 10 രൂപയ്ക്ക് 2 ചുള, അങ്ങനെയായിട്ട് അവർക്ക്. നല്ലൊരു ഗ്രാമപ്രദേശം അല്ലേ? പശു റോഡ് ക്രോസ് ഇട്ടിരിക്കണല്ലോ. ചെക്ക് പോയിന്റ് ആണോ? ആസാമിൽ കയറിയ ശേഷം ഫസ്റ്റ് ഫുഡ് റൊട്ടി, എഗ്ഗ് കറി, ഇതെന്താ സോയാബീൻ കറിയാ? സോയാബീൻ കറി അതുണ്ട്. ചമ്മന്തി, മുളക്, 2 റൊട്ടി. എപ്പടി കറിയുണ്ട്. ഈ സെറ്റ് മൊത്തത്തിന് അവർ ചാർജ് ചെയ്യുന്നത് എത്രയാണെന്നറിയോ? 50 രൂപക്കാണ് കേട്ടോ. മുട്ടക്കറി, സോയാബീൻ കറി, കടലക്കറി, 3 റൊട്ടിയും. ഞങ്ങളെ ഇന്നലെ അവിടെ ആസാമിൽ തന്നെ കിടന്നുറങ്ങി, വണ്ടി എടുത്തു. ഇന്ന് രാവിലെ ഇങ്ങ് പോന്നു കേട്ടോ. പക്ഷേ നാട്ടിലും നല്ല മഴയാണെന്നറിയാം. ഇവിടെ കിട്ടില്ല മഴയാണ്. ഇതേ വെള്ളം കണ്ടില്ലേ, ബാക്കിൽ വെള്ളം കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കടകളിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ റോഡിലും വെള്ളം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ആവും. ഏതായാലും ഇതേ നമ്മുടെ പച്ചക്കുതിരയായിട്ട് നേരെ ഇനി എട്ടാടാ പോണേ, മേഘാലയയിലേക്ക് പോകണം. വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ ആദ്യം പോകാൻ വിചാരിച്ചാൽ അരുണാചലായിരുന്നു. അരുണാചൽ ഫുള്ള് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും ആയിട്ട് അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, മാറ്റി നേരെ എന്ത് ചെയ്തു, മേഘാലയയിലേക്കാക്കി. മേഘാലയയിലുള്ള അവസ്ഥ, ആസാം മേഘാലയ ഞങ്ങൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മേഘാലയയിലും ആസാമിലും പിന്നെ അതുകൊണ്ട് തന്നെ അരുണാചലിലും നല്ല കിട്ടില്ല മഴയാണെന്ന് പറഞ്ഞു. നാഗാലാൻഡ് പിന്നെ പറയും വേണ്ട, ഏറ്റവും താഴെയാണല്ലോ. ഇതാണ് അവസ്ഥ. നമ്മൾ കേരളത്തിൽ നല്ല മഴയാണെന്നറിയാം. ഇതിന് കുറച്ചുകൂടി മഴ പെയ്ത് ഇപ്പോൾ കുറച്ച് ചോർച്ചുണ്ട്. വീടൊക്കെ വെള്ളത്തിലാണ്. ഇനി നേരെ ഇത് എന്ത് ചെയ്യും, റോഡിൽ കയറും, ബ്ലോക്ക് ആവും. അവിടെയൊക്കെ കണ്ടല്ലോ ഫുള്ളായിട്ട് വെള്ളം കയറി കിടക്കുക. അപ്പം എന്താ പറയുക, ഇങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പുറത്തിറങ്ങിയൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പല റോഡുകൾ അടവായിരിക്കും, അങ്ങനത്തെ പല പ്രശ്നങ്ങളാണുള്ളത്. അതുകൊണ്ട് നേരെ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പം മേഘാലയ പോയി നോക്കുക, അവസ്ഥ പോലെ ബാക്കി യാത്ര തുടരുക. അതല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യണം എന്ന് നോക്കുക. എന്നിട്ട്
വെസ്റ്റ് ബംഗാളിലേക്ക് ഇറങ്ങാം. എന്നിട്ട് ചിലപ്പം എന്ത് ചെയ്യും, നേരെ നോക്കാം. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. നക്ഷത്രങ്ങൾ കാത്തു നിന്നൊരു രാത്രിയിൽ ഞാനൊരു യാത്രയുടെ തുടക്കം കണ്ടു. ഞാനൊരു യാത്രയുടെ തുടക്കം കണ്ടു. നേരം മങ്ങിയ മേഘനൃത്തം പാടി യാത്രയുടെ ഞാനൊരു യാത്രയുടെ തുറവകളിൽ ഞാനൊരു യാത്രയുടെ യാത്രയെടുക്കുന്ന നിമിഷങ്ങൾ ഒരു ഓർമ്മപ്പൂവിൽ കുരുങ്ങിപ്പോരാ. ഹൃദയത്തിൽ പതിഞ്ഞു വരച്ച ഞാനൊരു യാത്രയെ നിറവേറ്റി പോകാം. കാറ്റിൽ ചെറുനൃത്തം എനിക്ക് പറയുന്നു. മരങ്ങൾ വീണു മറയുന്ന ദിശയിൽ ഞാനൊരു യാത്രയുടെ മുറിവുകൾ വലിയ നദിയുടെ പുഞ്ചിരി പോലെ എന്റെ വഴികൾ നീളെ പറന്നുപോയി. ഓർമ്മകളിൽ മറഞ്ഞ മിഴികൾ പടർന്ന ഞാനൊരു യാത്രയുടെ സ്വരം കേട്ടു. ഞാനൊരു യാത്രയുടെ സ്വരം കേട്ടു. ഞാനൊരു യാത്രയുടെ സ്വരം കേട്ടു. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വന്ന റോഡ് കണ്ടില്ലേ, പ്ലെയിൻ ആയിട്ടുള്ള റോഡായിരുന്നു. നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കിട്ടിയിട്ടോ. എന്തൊരു സൗകര്യം നോക്കി. ഇവിടെ നല്ലോണം പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. സ്വസ്ഥമായിട്ട് പാർക്ക് ചെയ്തു. നല്ലൊരു ഉറക്കം ഉറങ്ങണം.